കസേരകളി കഥകളി. ഇനിയിപ്പോൾ വിഷം മേടിക്കാൻ കാശില്ലെങ്കിലും ദൂർത്ത് കുറയ്ക്കാൻ പറ്റില്ലെന്നാണ് സർക്കാർ നിലപാട്. സംസ്ഥാന സർക്കാർ വാർഷികാഘോഷത്തിന് പിന്നാലെ കെ-ഫോൺ ഉദ്ഘാടനവും ഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. എന്തായാലും ദൂർത്തും അഴിമതിയും ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ സർക്കാർ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്, നിരവധി പെൻഷനുകൾ. ദൂർത്തിന് വല്ല കുറവുണ്ടോ? ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല, ബാക്കി താരട്ടോ. ഒരു പുതിയ ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. കെ-ഫോണിന്റെ ഉദ്ഘാടനത്തിന് 4,35,00,000 രൂപ ചെലവ്. ഈ ശങ്കരനാരായണ ഹാളിൽ നടക്കുന്ന ഒരു ഉദ്ഘാടനത്തിന് 4.5 കോടി രൂപ ചെലവ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. സർക്കാരിന്റെ 2ാം വാർഷികത്തിന് 124 കോടി രൂപ ചെലവാക്കി. ഈ സർക്കാരിന്റെ മുഖമുദ്ര ദൂർത്തും അഴിമതിയുമാണ്, ദൂർത്തും അഴിമതിയുമാണ്. ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. കാശില്ലാതെ പെടാപ്പാട് പെടുന്നതിനിടയിലാണ് കോൺഗ്രസ് വിട്ടു വന്ന തോമസ് മാഷിന് 1 ലക്ഷം രൂപ ഓണറേറിയം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇങ്ങനെ കോടികളുടെ ദൂർത്ത് തുടരുന്നതിനിടെ 1 ലക്ഷം കൊടുക്കുന്നത് വലിയ പ്രശ്നമില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്. ഈ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ടിപ്പ് കൊടുക്കാറില്ലേ, അതുപോലെ കരുതിയാൽ മതി. അല്ല, അത് നിയമിച്ചു കഴിഞ്ഞാൽ നിസ്സാര തുകയാണല്ലോ 1 ലക്ഷം രൂപ. കാരണം ഇവിടെ കോടികളുടെ അഴിമതി നടക്കുമ്പോൾ 1 ലക്ഷം അത്ര വലിയ സംഖ്യയല്ല. അപ്പോൾ അവരുടെ എന്താ പറയേണ്ടത്, ഉണ്ടാക്കിയ കാശിൻ്റെ ഒരു ചെറിയ ടിപ്പ്, 10,000 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ 10 രൂപ ടിപ്പ് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. സർക്കാർ എൻ്റെ നേതൃത്വം നൽകുന്ന പാർട്ടി ഇഷ്ടംപോലെ സമ്പാദിക്കുമ്പോൾ ഒരു ടിപ്പ് തോമസ് മാഷ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇത് തീ കൊളുത്തിയാണ്. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീ കൊടുത്തതുപോലെ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ 3 ഗോഡൌണുകൾക്കും തീ കൊടുത്തതാണ്. അഴിമതിയാണ് അതിന്റെ പുറകിൽ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം, പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ. വില്ലേജ് ഓഫീസറെ പേടിപ്പിക്കുക. വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി മേടിച്ചത് വില്ലേജ് ഓഫീസർ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി ചോദിക്കുക. എന്താ തൊലിക്കെട്ടി? സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ലാന്ന് പറഞ്ഞതാ. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്.